ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ പറ്റിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ, അതായത് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞത് നമ്മൾ ഇസ്രായേലിലേക്ക് വരുമ്പോൾ എന്താ പറയുക, ഒരുപാട് സ്വപ്നങ്ങളൊന്നും വാരിക്കൂട്ടാതെ നമ്മൾ വരുന്ന ജോലി അത് ഒരു ജോലിയായി കരുതാതെ അത് ഒരു എന്താ പറയുക, അതിന് ഒരു കുറച്ച് മൂല്യം കൊടുത്തിട്ട് അതിന് ആ ജോലിയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം എന്നുള്ള രീതി മനസ്സിലാക്കി തരുന്ന രീതിയിലായിരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ വീഡിയോ ഞാൻ ചെയ്തത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ എന്തിനാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇസ്രായേലിൽ വരുന്നത്. ഇത് ഞാൻ ആദ്യം ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ വളരെ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പം എനിക്ക് മനസ്സിലായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിതിൽ ചേർത്ത് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ജനസംഖ്യയിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനസംഖ്യ കുറവാണ്. ജനസംഖ്യ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും എന്താ പറയുക, മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് ആകുമ്പോൾ മാതാപിതാക്കൾ ഒറ്റയ്ക്കാവും. അതായത് ഇവരുടെ മക്കളുടെ വിവാഹം കഴിയുന്നതോടുകൂടി ഇവരുടെ മക്കൾക്ക് ഇവരിൽ നിന്ന് അകന്നു മാറി സെപ്പറേറ്റ് താമസിക്കേണ്ട ഒരു വ്യവസ്ഥയാണ് ഇസ്രായേൽ ഗവൺമെൻറ്. അത് വളരെ കുറേ നാളുകൾക്ക് മുന്നേ വരെ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണിത്. അപ്പോഴും മക്കളാരും ഇവരെ നോക്കാനായിട്ടൊന്നും കാണില്ല. ഇവർ ഒന്നല്ലെങ്കിൽ അപ്പൂപ്പൻ ഒറ്റയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ അമ്മൂമ്മ ഒറ്റയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടാകാം. അങ്ങനെ അവർ സെപ്പറേറ്റ് ഒറ്റയ്ക്ക് താമസിക്കും. അപ്പോഴേ ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഒറ്റയ്ക്ക് ഇവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇവർ താമസിക്കുന്ന വീടായാലും ഫ്ലാറ്റായാലും ഇനി ഏതെങ്കിലും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലാണ് ഇവർ താമസിക്കുന്നതെങ്കിൽ അതൊന്നും ഇവർക്ക് വൃത്തിയാക്കാനോ ഒന്നും ഇവർക്ക് പറ്റില്ല. അപ്പോൾ ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ജോലിയാണ് ഇവിടെ ഇസ്രായേലിൽ കൂടുതലും. ഇവിടുത്തെ ഗവൺമെൻറ് തലത്തിലാണെങ്കിലും ഇവിടുത്തെ പ്രൈവറ്റായിട്ടുള്ള ഏജൻസികൾ വഴിയും ഇവിടെ റിക്രൂട്ട്മെൻറ്റ് കൂടുതലും നടക്കുന്നത് കെയർ ഗീവർ വിസയിലാണ് നടക്കുന്നത്. പിന്നെ അടുത്ത കാലത്ത് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് അഗ്രികൾച്ചർ വിസ. കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിന് കുറേ കഴിയുമ്പോഴത്തേക്ക് അവർ വീണ്ടും തുടങ്ങുമായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രേഡ് വിസ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഇവിടെ ഉദ്ദേശിക്കുന്ന നമ്മുടെ ബിൽഡിംഗ് കോൺട്രാക്ടർ വർക്കൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള വിസകളും ഇപ്പം ഇവിടുത്തെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കെയർ ഗീവർ വിസയിൽ വരുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ആ വ്യക്തി പൂർണ്ണമായിട്ടും അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരിക്കലും സാലറി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആരും ഒരിക്കലും ഇസ്രായേലിൽ വരരുത്. അങ്ങനെ വരുന്ന ആർക്കും ഇസ്രായേലിൽ മണ്ണിൽ വേരുറച്ച് നിൽക്കാൻ സാധിക്കില്ല. ഇസ്രായേൽ ഗവൺമെൻറ് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സാലറിയാണ് കെയർ ഗീവേഴ്സിന് നൽകുന്നത്. കാരണം അവർക്ക് അത്രയും ഉത്തരവാദിത്വമുള്ള ജോലിയാണ് അവർ ചെയ്യേണ്ടത്. ഉത്തരവാദിത്വമുള്ള ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എംപ്ലോയർ അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻ്റ് ചിലപ്പം അൽഷിമേഴ്സ് പേഷ്യൻ്റ് ആകാം, ഡിമിനീഷ്യ പേഷ്യൻ്റ് ആകാം, പാർക്കിൻസൺ രോഗമുള്ളവരാകാം, ഒരു പക്ഷേ മെൻ്റലായിട്ട് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളുള്ളവരായിരിക്കാം. ഇത്തരം രോഗമുള്ളവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെയർ ഗീവേഴ്സായിട്ട് ഇവിടെ വരുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ വന്നുകൊണ്ടിരുന്നത് നേഴ്സുമാരായിരുന്നു. നേഴ്സുമാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ജോലിയോട് വളരെ എന്താ പറയുക, ഒരു നമുക്ക് ഉള്ളിനുള്ളിൽ ഒരു ദൈവീകത തോന്നുന്ന ഒരു ജോലിയാണ്. നമുക്കറിയാം, നമ്മളെയൊക്കെ ആദ്യമായിട്ട് കൈകളിൽ ഏറ്റുവാങ്ങിയതൊക്കെ ഓരോ നേഴ്സുമാരാണ്. നമ്മൾ അറിയുന്നില്ല, പക്ഷേ ഓരോ നേഴ്സുമാരാണ് നമ്മളെ ആദ്യം അവരുടെ കൈകളിൽ ഏറ്റുവാങ്ങി. നേഴ്സുമാരെന്ന് പറയുമ്പോൾ ഭയങ്കര ക്ഷമയുള്ളവരാണ്. അവർക്ക് എന്താ പറയുക, പെട്ടെന്ന് ദേഷ്യപ്പെടാൻ തോന്നില്ല. അവർ ഏത് സാഹചര്യമാണെങ്കിലും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. അങ്ങനെ ഉള്ളവരെയായിരുന്നു ഒരു കാലം വരെ ഇസ്രായേലിലോട്ട് കെയർ ഗീവേഴ്സായിട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെയൊന്നുമില്ല. നമുക്ക് നേഴ്സുമാരല്ലാത്തവരും ഇവിടെ കെയർ ഗീവേഴ്സായിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഈ സംസാരിക്കുന്ന ഞാനും ഒരു നേഴ്സല്ല,
ഞാനും കെയർ ഗീവറായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ജോലി നമുക്ക് നമ്മൾ ഈ നാട്ടിൽ വരുമ്പോൾ, ഈ നാട്ടിൽ വരാൻ പറ്റുന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ബ്ലെസ്സിങ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു മണ്ണിൽ കാലുകുത്താനായിട്ട് പറ്റുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. അങ്ങനൊരു അവസരം ദൈവം നമ്മുടെ മുമ്പിൽ തരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന നമ്മുടെ എംപ്ലോയർ എന്ന് മാറ്റിയിട്ട് അവരെ നമ്മൾ വിളിക്കുന്നത് ആബ, ഇമ. ആബ എന്ന് പറഞ്ഞാൽ അച്ഛൻ, ഫാദർ എന്നൊക്കെ പറയാം. ഇമ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറയാം. അപ്പോഴും നമ്മളവരെ അങ്ങനെ വിളിക്കുമ്പോൾ അത് നമ്മൾ ഉള്ളറിഞ്ഞ്, നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ അവരെ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു എംപ്ലോയറെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള ഒരു മനോഭാവം നമുക്ക് വരില്ല. നമുക്ക് അതിനേക്കാളൊക്കെ ഉപരി ഒരു മാനസികമായിട്ട് അവരോട് വല്ലാത്ത ഒരു ഐക്യം തോന്നും, വല്ലാത്ത ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് അവരോട് തോന്നും. അവർ തിരിച്ച് നമ്മളെ ഒരു ജോലിക്കാരി, അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സ്, അല്ലെങ്കിൽ ഒരു കെയർ ഗീവർ എന്ന് കാണാതെ നമ്മളൊരു മകളെപ്പോലെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവർ നമ്മളെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നമ്മളെ കാണും, നമ്മളെ ആ രീതിയിൽ അവർ പരിഗണിക്കും. അങ്ങനെ നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുത്താലല്ലേ നമുക്കത് കിട്ടത്തുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇസ്രായേലിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കെയർ ഗീവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറിയണം. നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് പഠിക്കും. നമ്മളിവിടെ വരുന്നത് തീർച്ചയായിട്ടും വാർദ്ധക്യരായിട്ടുള്ള മാതാപിതാക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വാർദ്ധക്യരായിട്ടുള്ള മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ അത് ഒരു വീട്ടിലാവാം, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിലായിരിക്കാം. ഓക്കെ, എവിടെ തന്നെ ആയിരുന്നാലും നമ്മളവിടെ ജോലിക്ക് നിൽക്കുമ്പോൾ, നമ്മളവിടെ ഒരു രോഗിയെ നോക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ രോഗിയുടെയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. രോഗിയെ കുളിപ്പിക്കേണ്ടി വരും, ആഹാരം കുടിക്കേണ്ടി വരും, അവരുടെ ഡ്രസ്സ് കഴുകേണ്ടി വരും. ആ വ്യക്തി ഒരു വീടിനുള്ളിലാണ് താമസിക്കുന്നതെങ്കിൽ ആ വീട് A to Z നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും, ടോയ്ലറ്റ് കഴുകേണ്ടി വരും, എല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും. ഇല്ല, ഞാനിത് ചെയ്യില്ല, ഞാൻ അതേ ചെയ്യുള്ളൂ, എനിക്കിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ആ ഫാമിലിയിൽ പിടിച്ച് നിൽക്കാനായിട്ട് പറ്റത്തില്ല. അതേസമയം നമ്മളൊന്നും മിണ്ടാതെ ഇതിന് 2 സൈഡുണ്ട് കേട്ടോ. ഒന്നാമത്തെ സൈഡ്, നമ്മൾ അവരോട് തർക്കുത്തരം പറഞ്ഞില്ല, ഞാനത് ചെയ്യത്തില്ല, എനിക്കത് ചെയ്യേണ്ട കാര്യമില്ല, എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളും ആ ഫാമിലിയായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല, അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒന്നും പറയാതെ നമ്മൾ ഒന്നും മിണ്ടുന്നില്ല, അവർ പറയുന്ന ജോലികളൊക്കെ ചെയ്യുന്നു, ഓക്കെ, തിരിച്ച് നമ്മളൊന്നും പറയുന്നില്ല എങ്കിൽ അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകാമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നാൾ ആ വീട്ടിൽ, അല്ലെങ്കിൽ ആ എംപ്ലോയറെ, അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടി വരുന്നു, അത്രയും നാൾ നമ്മളത് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ കെയർ ഗീവേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 24/7 എന്നാണ്. അതായത് ഒരു ദിവസത്തിൽ 24 മണിക്കൂറും നമ്മൾ ആ വീട്ടിൽ തന്നെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. നമുക്ക് ഒരു 8 മണിക്കൂർ ജോലിയെന്നോ, അല്ലെങ്കിൽ ഈ 8 മണിക്കൂറിൻ്റെ കൂടെ ഒരു 4 മണിക്കൂർ ഓവർ ടൈം ഇട്ട് ഒരു 12 മണിക്കൂർ ജോലിയെന്നോ പറഞ്ഞ് നമുക്ക് മാറ്റി വെക്കാനായിട്ടോ ഡിവൈഡ് ചെയ്യാനായിട്ടോ പറ്റത്തില്ല. നമ്മൾ 24 മണിക്കൂറും ആ വീട്ടിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്, ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, ആ വീട്ടിൽ തന്നെ ഫുഡ് കഴിക്കുന്നത്, നമ്മുടെ എല്ലാം നമ്മൾ അവിടെ തന്നെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എന്താ പറയുക, സ്ട്രെസ് അനുഭവപ്പെടും. എനിക്ക് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് എനിക്ക് സമയം ചിലവഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ ഫ്രസ്ട്രേഷൻസൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ വന്നേക്കുന്നത് ഇസ്രായേലിൽ ചുമ്മാ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് നല്ല ഹൈ സാലറി തരുന്നത്. അപ്പോഴും നമുക്ക് നമ്മുടെ ഡ്യൂട്ടി, ഒരു കെയർ ഗീവറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 24/7 24 മണിക്കൂറും അലേർട്ടായിട്ട് ജോലി ചെയ്യുക, വർക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ജോലിയുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകാം. നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതൊരു പക്ഷേ നമ്മുടെ ഫുഡ്, നമ്മൾ ഇതുവരെ കഴിച്ചു വന്ന ഫുഡായിരിക്കത്തില്ല ഇസ്രായേലിൽ. നമുക്ക് കാശ് പിടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നാട്ടിലെ ചോറ് വേണം, അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ ഇങ്ങനെയൊന്നും അല്ല, ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത്, എനിക്ക് അതേ കിട്ടാവും, ഞാൻ അതേ കഴിക്കുമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നമ്മൾ ഇസ്രായേലി മണ്ണിൽ ജോലി ചെയ്യുന്ന ഓരോ കെയർ ഗീവേഴ്സും ഈ മണ്ണുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നവരാണ്.
പൊരുത്തപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക് ഇവിടുത്തെ ഒരു അംഗമായി കഴിയും. ഇസ്രായേലിലെ ഒരു എന്താ പറയുക, ഒരു മെമ്പറായി കഴിയും നമ്മളിവിടെ വന്നിട്ടും ഒരു അന്യനെ കണക്കില്ല, എനിക്കിത് പറ്റത്തില്ല, ഞാൻ അങ്ങനെ ചെയ്യുമെന്നൊക്കെ നമ്മൾ നിർബന്ധം പിടിച്ചാൽ നമ്മൾ ആ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകും. അങ്ങനെ ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ സാഹചര്യം ഇതാണ്, നമുക്കിതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു 99%, ഒരു 99% നമുക്ക് ഇസ്രായേൽ മണ്ണിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും, ജോലി ചെയ്യാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഫാമിലിയെ, നമ്മുടെ കുടുംബത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കും. എന്താ പറയുക, നമ്മുടെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കും, ഒക്കെ നമുക്ക് സാധിക്കും. ഓക്കെ, പറഞ്ഞു ടൈം ഒരുപാടാവുന്നു കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇതിൻ്റെ ബാലൻസുമായിട്ട് ഞാൻ നാളെ വരാമേ. ഓക്കെ.